ഹലോ, ഇന്ന് നമ്മുടെ ലിനുവിൻ്റെ വാക്സിനേഷൻ ഡേ ആണ് കേട്ടോ. 9 മാസത്തെ വാക്സിനാണ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ 3 വാക്സിനും ഞാൻ എടുത്തത് എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. അവിടെ ആയതുകൊണ്ട് അവിടെ നിന്ന് എടുത്തു. ഇപ്പം ഞാൻ ഹബ്ബിയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ വാക്സിൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഞങ്ങളൊരു കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. രാവിലെ തന്നെ എണീച്ച് കുളിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. റാഗിയാണ് കേട്ടോ കുട്ടിക്ക് കൊടുക്കുന്നത്. രാവിലെ ഫുഡ് കൊടുക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഫുഡ് കൊടുക്കാൻ കുറച്ച് മടിയാണ് അവനിക്ക് കഴിക്കാൻ. എന്നാലും അത്യാവശ്യം ടൈം എടുത്തേ അവൻ കഴിക്കത്തുള്ളൂ. ഒരേ ഫുഡ് തന്നെ കൊടുത്താൽ അവനിക്ക് ബോറടിക്കും കേട്ടോ. അത് അവനിക്ക് പിന്നെ കഴിക്കത്തില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയാണ് കൊടുക്കുക. എല്ലാം ഇൻക്ലൂഡ് ചെയ്യും അവൻ്റെ ഫുഡിൽ കേട്ടോ. ക്യാരറ്റ്, ആപ്പിൾ അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ രാവിലെ അധികവും ഞാൻ റാഗിയാണ് കൊടുക്കാറ്. ഗോതമ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവനിക്ക് ഗോതമ്പ് ബോറടിച്ച് തുടങ്ങി, കഴിക്കാണ്ടായി. അപ്പോൾ ഇപ്പോൾ റാഗിയാണ് കൊടുക്കുന്നത് കേട്ടോ. റാഗി അവൻ നന്നായി കഴിക്കുന്നുണ്ട്. അവനിക്ക് വേണ്ട ഫുഡ് അവൻ കഴിക്കും കേട്ടോ. അവൻ്റെ വയറ് നിറയുന്നത് വരെ അവൻ കഴിക്കാറുണ്ട്. പിന്നെ അവനിക്ക് മതിയായി പറഞ്ഞാൽ അവൻ തന്നെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഒരുപാട് ഞാൻ നിർബന്ധിച്ച് കൊടുക്കത്തില്ല. നമ്മളങ്ങനെ കൊടുക്കാനും പാടില്ല. കുട്ടികൾക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അവർ കഴിക്കുന്നില്ല എന്നും പറഞ്ഞ് കുത്തി നിറച്ചൊന്നും കൊടുക്കില്ല ഞാൻ. അവൻ ആവശ്യത്തിന് കഴിച്ചിട്ട് അവനിക്ക് മതി എന്ന് പറയുമ്പോൾ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ അവൻ്റെ എല്ലാം കഴിഞ്ഞു. അവനെ റെഡിയാക്കി അവൻ്റെ പപ്പയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാനിങ്ങ് പോന്നു. ഇനി എൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അവൻ്റെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. അങ്ങനെ ചായയൊക്കെ വെച്ച് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അടുത്തുള്ളൊരു അംഗനവാടിയിലാണ് കേട്ടോ അവനിക്ക് വാക്സിൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ 11:30 മണിക്കാണ് അവർ എത്താൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. ഇനി അവനെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അവനെ മാറ്റി കൊടുക്കുമ്പോൾ ഈ കരയുന്നത് കണ്ടില്ലേ? ഈ കരയുന്നത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഞാനിപ്പോൾ അവനിക്കുള്ള ബോഡി ലോഷൻ്റെ ആ ഒരു ബോട്ടിലില്ലേ, അത് അവൻ്റെ കയ്യിൽ കൊടുത്തു. അത് മേടിച്ചതിനാണ് അവൻ ഇങ്ങനെ കരയുന്നത്. നല്ല വാശിക്കാരനാണ്. എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ കൊടുത്താൽ അത് വാങ്ങിക്കഴിഞ്ഞാൽ അത് കിട്ടുന്നത് വരെയും കരയും. ഇപ്പോൾ അവനിക്ക് കൊടുത്തിട്ടത് വേണ്ട. ഞാൻ വാങ്ങിയതിനുള്ള എന്നോടുള്ള ദേഷ്യമാണ് അവൻ കാണിക്കുന്നത്. ഈ ഒരു സ്വഭാവം അവനിക്കുണ്ട് കേട്ടോ. ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ? കുറച്ച് വാശി കൂടുതലായിരിക്കാം. അങ്ങനെ ഞങ്ങൾ ബോഡി ലോഷനൊക്കെ തേച്ചു കേട്ടോ. അങ്ങനെ തേക്കുമ്പോഴും അവൻ കരയാണ്. എന്നാലും കുഴപ്പമില്ല. പക്ഷെ അവൻ്റെ കരച്ചിൽ മാറ്റാൻ അവൻ്റെ പപ്പ ഫോണടക്കം കൊടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ടും അവൻ്റെ കരച്ചിൽ മാറിയില്ല. അങ്ങനെ ലാസ്റ്റ് ഐസിമാൻ്റെ തസ്ബീഹ് മാല കൊടുത്തപ്പോഴാണ് അവൻ്റെ കരച്ചിലൊന്നും മാറിയത്. അത് വെച്ച് കുറേ നേരം കളിച്ചു കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്തു അവനിക്ക്. അത് അവനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. അതിന് പക്ഷേ വായിലിടുമ്പോൾ നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം. അതിൻ്റെ മുത്തെങ്ങാനും വായിൽ പോയാൽ ഡേഞ്ചറല്ലേ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ഒരുപാട് നേരം കൊടുക്കത്തില്ല. ഇങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിലേ അവൻ്റെ കയ്യിൽ കരയാതിരിക്കാൻ കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്തു കേട്ടോ. ഡ്രസ്സ് മാറ്റുന്നതിനിടയിൽ അവൻ്റെ കയ്യിൽ നിന്ന് അത് വീണേനാണ് ഇപ്പോഴുള്ള കരച്ചിൽ. അങ്ങനെ ഒരുവിധം അവനിക്ക് ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്തു കേട്ടോ. ഈ വാക്സിനേഷൻ എടുക്കുന്ന ദിവസം എനിക്ക് ഭയങ്കര സങ്കടമാണ്. അവൻ കരയുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷേ ഈ വാക്സിൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വാക്സിൻ എടുത്തേ പറ്റൂ. അത് നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ മക്കളുടെ നല്ലതിന് വേണ്ടിയല്ലേ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല കുറച്ചൊക്കെ. അപ്പോൾ എല്ലാവരും വാക്സിൻ എടുക്കുക മക്കൾക്ക്. ആരും കുട്ടികൾ കരയുന്ന വിചാരിച്ചിട്ട് അവർക്ക് വേദനിക്കുന്ന വിചാരിച്ചിട്ട് വാക്സിനൊന്നും എടുക്കാതിരിക്കരുത്. അവരുടെ നല്ലത് വിചാരിച്ചിട്ടാണെങ്കിൽ അവർക്ക് എന്തായാലും വാക്സിൻ എടുക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോക്സൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് ഞങ്ങൾ റെഡി ആയിട്ടോ വെളിയിൽ പോകാനായിട്ട്. ഇനി ഞാൻ റെഡി ആവണമെങ്കിൽ ഇവനെ ഉറക്കണം. ഇവനൊന്ന് ഉറങ്ങി എണിക്കുമ്പോഴത്തേനും ഞാൻ റെഡി ആവും കേട്ടോ. ഇവനൊന്ന് ഉറങ്ങണം. ഉറങ്ങിയാലേ ഞാൻ റെഡി ആവില്ല നടക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഷോക്സും ഷൂ ഒക്കെ ഇട്ടിട്ടാണ് പോണത് കേട്ടോ. ഇനി വരുമ്പോൾ എന്താ കോലം എന്നറിയത്തില്ല. അങ്ങനെ ഇനി ഞാൻ റെഡിയാകാൻ പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു കുളി അങ്ങോട്ട് പാസ്സാക്കാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി പെട്ടെന്ന് തന്നെ റെഡി ആവണം. അവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ റെഡിയാകുകയും വേണം, ഒക്കെ ചെയ്യുകയും വേണം. അങ്ങനെ റെഡി ആവലൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പോവാൻ നിൽക്കുകയാണ്. ഇനി വെളിയിലോട്ടൊക്കെ വന്നു കേട്ടോ. ആളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നതുകൊണ്ടാണ് കേട്ടോ മുഖം ഇങ്ങനെ. അപ്പം ഞാനും ഋച്ചയ്ക്കും ലിനുവും കൂടി പോളിയോ അടിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. എനിക്ക് വണ്ടിയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ബൈക്കിൽ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അങ്കലവാടിയിൽ എത്തിയിട്ടോ. അങ്കലവാടിയിൽ നിന്ന് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതിന് മുന്നേയൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇതേപോലെ പോളിയോ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോളിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ.
2 കയ്യിലും 1 കാലിലുമാണ് ഇഞ്ചക്ഷൻ ഇട്ടത്. കയ്യിലെടുക്കുമ്പോൾ അവനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചിട്ട്. പക്ഷെ കാലിലെടുക്കുമ്പോൾ നല്ല വേദനിച്ചു. സൂചി മുഴുവൻ അങ്ങനെ ഉള്ളിലോട്ട്, ആ തുടയിലോട്ട് ഉള്ളിലോട്ട് കയറ്റുമായിരുന്നു. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടില്ല, അവൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ട് ഇനി മരുന്ന് കൊടുക്കുകയാണ്. വീട്ടിലെത്തിയതും മരുന്ന് കൊടുക്കണം കേട്ടോ. 6 മണിക്കൂർ ഇടവിട്ടിട്ട് 4 നേരം വെച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഒരു ദിവസം മരുന്ന്, പനീൻ്റെ മരുന്ന് 3 ദിവസം തുടർച്ചയായിട്ട് കൊടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വീട്ടിൽ വന്ന പാടെ തന്നെ മരുന്ന് കൊടുത്തു കേട്ടോ. അവൻ ഈ മരുന്നുകളൊക്കെ കുടിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. ചിലപ്പോൾ മരുന്ന് കുടിച്ച് ഓക്കാനിക്കും, ചിലപ്പോൾ ഛർദ്ദിക്കുക തന്നെ ചെയ്യും കേട്ടോ. എന്നാലും നമുക്ക് മരുന്ന് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മരുന്ന് അവൻ അങ്ങനെ കുടിച്ചു. പക്ഷേ അവനിടയിൽ മരുന്ന് മതിയായിട്ടാണ് വേണ്ടാന്നടക്കം പറയുന്നുണ്ട് കണ്ടോ. തല കൊണ്ടിങ്ങനെ ആട്ടി, എനിക്ക് വേണ്ട മതി. പക്ഷെ എന്നാലും ഞാൻ മരുന്ന് മുഴുവൻ കൊടുത്തു കേട്ടോ. അവനിങ്ങനെയാണ് കേട്ടോ, പറ്റാത്ത സാധനങ്ങളൊക്കെ അവനിക്ക് വേണ്ടാന്ന് തോന്നി അവൻ വേണ്ടാന്ന് ഇങ്ങനെ തലയും കൊണ്ട് ഇങ്ങനെ ആട്ടി പറയുന്നുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പോളിയോ ഒക്കെ എടുത്ത് വീട്ടിലെത്തി മരുന്നൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താണെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ അവനിക്ക് നിലവിൽ വേദനയും കാര്യങ്ങളും ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോളിയോ എടുത്തപ്പോൾ വണ്ടിയിൽ വരുമ്പോഴൊക്കെ നല്ല ഉറക്കമായിരുന്നു. അത് കഴിഞ്ഞ് വീടെത്തിക്കഴിഞ്ഞാൽ അവനിക്ക് വേദന വരലുണ്ട്. വീടെത്തിയതും വേദന വരും. മരുന്ന് കൊടുക്കുമ്പോഴൊക്കെ കരയുമായിരുന്നു. ഇപ്പോൾ അവൻ കുറച്ച് ആക്റ്റീവാണ്. വേദന ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാലൊക്കെ കുടിച്ചു, മരുന്നൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഈ പാലൊക്കെ കുടിച്ച് നമ്മൾ ഉറങ്ങാനായിട്ട് പോവുകയാണ്. ഉറങ്ങി എണിച്ചാലായിരിക്കാം വേദന വരിക. അങ്ങനെ ഉറങ്ങാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.